ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. എടാ മക്കളെ, സേ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കറിയാം, കുറേ ദിവസങ്ങളായിട്ട് സേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ പോലും ഞാൻ ചെയ്യുന്നില്ല. കൂടുതലും റെഗുലർ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അത് മറ്റൊന്നുമല്ല, അവരുടെ ലാബ് എക്സാമിങ് അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം പുതിയ രീതിയിലാണ്, സോഫ്റ്റ്വെയർ മുഖേനയാണ് എക്സാം നടക്കുന്നത്. ഇതുകൊണ്ടാണ് അവരെ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി ക്ലാസ് ഇട്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ മറന്നോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. മക്കളെ, നിങ്ങളൊന്നും മറന്നിട്ടൊന്നുമില്ല. അതൊരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മക്കളെ, ഒരു 3-4 ദിവസമായിട്ട് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ, തുമ്മൽ, പനി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ അറിയാം. ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ മെസ്സേജുകൾ, ഫോൺ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരുടെയും കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല ഒരു 3-4 ദിവസമായിട്ട്. ഇപ്പോഴും എന്നെ ഒരാൾ വിളിച്ചോളൂ, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല മക്കളെ. അതിൻ്റെ കാരണം ഇതാണ്, വയ്യായ്ക കൊണ്ടാണ് കേട്ടോ, വയ്യായ്ക കൊണ്ടാണ്. മാത്രമല്ല, സേ കുട്ടികൾക്ക് വേണ്ടി പുതിയൊരു ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. സോ അതിൻ്റെ ഫീസ് ഞാൻ കുറച്ചുകൂടെ കുറച്ചിട്ടുണ്ട്. താഴെ കാണാൻ നിങ്ങൾക്ക് 999 രൂപ മാത്രമേ ഉള്ളൂ. സോ ഇനി ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ആ ഒരു ഫീസ് അടച്ചാൽ മാത്രം മതിയാവും. അവസാന സമയത്ത് ഈ ഒരു ഫീസ് നോക്കിയിരിക്കുന്ന കുറേ കുട്ടികളുണ്ട്. സാർ, അവസാന സമയമായില്ല, ഇനി ഫീസിൽ എന്തെങ്കിലും ഇളവുണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്ന കുട്ടികളുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലാസ്റ്റ് ഫീ ഇളവ് കേട്ടോ. പിന്നെ മക്കളെ, നിങ്ങളുടെ വേറെ ഡൗട്ട് എന്ന് ചോദിച്ചാൽ, ഈ പാറ്റേൺ മാറുന്നു, അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അഫക്റ്റ് ചെയ്യും. കാരണം 2024 തോറ്റ കുട്ടി അല്ലെങ്കിൽ 2023 തോറ്റ കുട്ടി, അവരുടെ എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇവരുടെ പോലെ തന്നെയാണ്. പണ്ടത്തെ എക്സാം എഴുതുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ 2017, 16, 15 തോറ്റ കുട്ടികൾ ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്നത്. അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവർക്ക് 80 മാർക്കിലായിരിക്കും ക്വസ്റ്റ്യൻ. സോ അവർക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. പക്ഷേ 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ മോഡൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. ഓക്കെ, അവർ ലാബ് എക്സാം വേറെ എഴുതണമെന്നില്ല. പക്ഷെ അവർക്ക് ക്വസ്റ്റ്യൻ സെയിം മോഡൽ ഇത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ആ പാറ്റേൺ ചേഞ്ച് നിങ്ങളെ അഫക്റ്റ് ചെയ്യും. മക്കളെ, ഞാൻ പറഞ്ഞില്ല, ഓരോ വർഷവും കഴിഞ്ഞുകൊണ്ടിരിക്കും തോറും എക്സാമിൻ്റെ പാറ്റേൺ മൊത്തമായിട്ട് മാറുവാണ്. ആ മാറുന്ന രീതി നിങ്ങളെ അഫക്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ അഫക്റ്റ് ചെയ്യും. എടാ, നിങ്ങൾ 2023-ലോ 2022-ലോ 2024-ലോ എഴുതിയ പോലെ ആയിരിക്കത്തില്ല 2025-ലെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, കാരണം 2020 മുമ്പ് പഠിച്ചെന്ന കുട്ടികൾക്കറിയാം, അന്ന് യൂട്യൂബ് ക്ലാസ്സുകളില്ല, ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ ചുരുക്കമാണ് അല്ലേ. കോവിഡിന് മുമ്പ്. കോവിഡിന് ശേഷമാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ കുത്തനെ അങ്ങ് കയറിയത്. ഞാൻ പോലും അതിന് ശേഷമാണ് അല്ലേ, ഞാൻ പോലും എന്നല്ല, എല്ലാവരും, സൈലം, എക്സാമിനർ, എഡ്യൂപോർട്ട് തുടങ്ങിയ എല്ലാവരും അതിന് ശേഷമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കാലെടുത്ത് വെച്ചത്. സോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 2024-ലെ പ്രഡിക്ഷൻ നിങ്ങൾ കുറേ കേട്ട് കാണും അല്ലേ. 2024 കുറേ പ്രഡിക്ഷൻ ചെയ്തു. അപ്പോൾ 2025-ലെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാക്കി? അവർ പ്രഡിക്ഷൻ മുഖേന എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എഴുതാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. പ്രെഡിക്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പറയാൻ പറ്റില്ല എന്ന രീതിയിലേക്കാക്കി ക്വസ്റ്റ്യൻ പേപ്പർ. NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ എന്ന രീതിയിലാക്കി ക്വസ്റ്റ്യൻ പേപ്പർ. കാരണം എല്ലാ ലൂപ്പ് ഹോളുകളും അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ പേടിപ്പിക്കാണ്ട് പറഞ്ഞതല്ല, കാര്യം അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം ജയിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് തന്നെയാണ് മാത്സ്. പക്ഷേ ടഫായെന്ന് ചോദിച്ചാൽ ടഫായിട്ടില്ല. പാറ്റേൺ മാറി എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിക്കണം. അല്ലാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2 വർഷം മുമ്പ്, മക്കളെ, നിങ്ങൾ 2023-ലെ 2022-ലെ കുട്ടികളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അത് തന്നെ അല്ലേ. ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ +1 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസ്, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്ത വർഷം വരുന്നത്. അതേ സംഭവം തന്നെയാണ് അതിൻ്റെ അടുത്ത വർഷം വന്നത്. ഇത് തന്നെ വന്നുകൊണ്ടിരുന്നത്. ഒരു 5-6 വർഷമായിട്ട് ഇത് തന്നെ സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്നത്. സോ എന്ത് ചെയ്യും, എല്ലാ സ്കൂളിലും ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസ് മാത്രം പഠിപ്പിച്ചാണ് കുട്ടികളെ വിടുന്നത്. അപ്പോൾ എന്ത് പറ്റി, കഴിഞ്ഞ വർഷം ചെറിയൊരു ചേഞ്ച് വന്നു. അതിന് പകരം മീൻ ഡീവിയേഷനും കൂടെ ചോദിച്ചു. അപ്പോൾ ഇച്ചിരി പണി പറ്റിപ്പോയി. ഇനി വരാൻ പോകുന്ന 2025 എക്സാമിന് എന്താ ചോദിക്കുന്നതെന്ന് ഒരു പിടിയില്ല. സോ ചാപ്റ്റർ മൊത്തം പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ എന്താ ചെയ്തത്? മിക്ക സ്കൂളുകളിലും, എല്ലാ സ്കൂളുകളും ഞാൻ പറയുന്നില്ല, മിക്ക സ്കൂളുകളിൽ ലാസ്റ്റത്തെ പോർഷൻ മാത്രം പഠിപ്പിച്ചു വിടും. സമയം നമുക്ക് ലാഭിക്കാം, റിവിഷൻ എടുക്കാം എന്നുള്ള കാര്യം കൊണ്ട് ലാസ്റ്റത്തെ ആ പോർഷൻ മാത്രം പഠിപ്പിക്കും. അപ്പോൾ ഇനിയുള്ള എല്ലാ രീതികളും മാറുവാണ്. ചില സ്കൂളുകളിൽ ടെക്സ്റ്റ് ബുക്ക് പോലും വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളുകളുണ്ട് അല്ലേ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിച്ചില്ലെങ്കിലും ടെക്സ്റ്റ് ബുക്കിലെ കാര്യം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ. ടെക്സ്റ്റ് ബുക്ക് മൊത്തം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കണം. ടെക്സ്റ്റ് ബുക്ക് മൊത്തം വായിച്ചിട്ട് കാര്യമില്ല, അതിലെ കാര്യങ്ങൾ, കൺസെപ്റ്റ് അറിഞ്ഞ് പ്രോബ്ലം ചെയ്യാൻ പറ്റണം മാത്സിൻ്റെ കാര്യത്തിൽ കേട്ടോ. അല്ലാതെ വായിച്ച് പഠിക്കാനുള്ള ഒരു ഉപകരണം അല്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് മാത്സ് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ, മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന മക്കളെ, വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. നന്നായിട്ടിരുന്ന് പഠിക്കുക.
2025 തോറ്റ് കഴിഞ്ഞാൽ 2026 ആകുമ്പോഴത്തേക്കും ഈ രീതികളൊക്കെ മാറും കേട്ടോ. ഓരോ വർഷം നമുക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രീതികൾ മാറും. എഡ്യൂക്കേഷൻ്റെ രീതികൾ ഓരോ വർഷം കഴിയുന്നവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളോട് പറയാനായിട്ട് വേറൊന്നുമില്ല, സമയം നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ. സമയം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. ഓക്കെ, എനിക്ക് പോലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്ക് സമയം എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല മക്കളെ. മാക്സിമം ക്ലാസ് എടുത്തിട്ടും ഒരു സമയം പോലും വെറുതെ ഇരിക്കാതെ ക്ലാസ് എടുത്തിട്ടും എനിക്ക് കയ്യിൽ ഒതുങ്ങുന്നില്ല. ഇപ്പോൾ ആണെങ്കിൽ സേ എക്സാം എഴുതുന്ന കമ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ് ചെയ്യുന്ന എന്താണ്, വേറെ ജോലിക്ക് പോയി അല്ലെങ്കിൽ വേറെ സബ്ജക്റ്റ് വേറൊരു സ്ട്രീം പഠിച്ചുകൊണ്ട് സേ എക്സാം എഴുതുവാണ്. പോളിടെക്നിക്കിൽ പോയി എക്സാം എഴുതുന്ന കുട്ടികളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഇനിയുള്ള ദിവസം എന്ത് ചെയ്യും എന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജ് അയച്ചവരുണ്ട്. രാവിലെ എത്ര നേരം പഠിക്കണം മക്കളെ? നിങ്ങൾ 6 മണിക്ക് എഴുന്നേക്കണമെങ്കിൽ നിങ്ങൾ ഇനി തൊട്ട് 4:30 5 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങണം. അപ്പോൾ രാവിലെ 1 മണിക്കൂർ എക്സ്ട്രാ കിട്ടും. രാത്രിയിൽ നിങ്ങൾ 10 മണിക്ക് കിടക്കുന്നവരാണെങ്കിൽ 11 മണിക്ക് കിടക്കാവുള്ളൂ. കാരണം ഇനിയുള്ളൊരു 30 ദിവസം നന്നായിട്ട് അധ്വാനിച്ചാൽ ഒരാൾ പോലും തോൽക്കത്തില്ല. ഞാൻ പറയുന്നത് അവസാന ചാൻസ് ആയിട്ട് എടുക്കടാ. എടാ മക്കളെ, 30 ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാത്സ് എക്സാം എഴുതാനേ പറ്റത്തില്ലെന്ന് വിചാരിക്കും. 30 ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇനി അടുത്ത വർഷം തൊട്ട് മാത്സ് എക്സാം എഴുതാൻ പറ്റത്തില്ലെന്ന് വിചാരിക്കും. ലാസ്റ്റ് ചാൻസ്. ഇപ്പോൾ PSCയുടെ കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലേ, ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. ആ ഒരു വയസ്സ് എത്തുമ്പോൾ 35 വയസ്സ്, ആ 35 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചില ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പോലീസ് ടെസ്റ്റ് ഇത്ര വയസ്സ് അത് കഴിഞ്ഞ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, അവരുടെ ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, മാക്സിമം കഷ്ടപ്പെടും. അതേപോലെ തന്നെ നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ് ഇതെന്ന് വിചാരിച്ച് പഠിച്ചെഴുത്. നിങ്ങളുടെ ഒരു മനസ്സുണ്ടല്ലോ, കാരണം ഇത് പോയാൽ അടുത്ത എക്സാം എഴുതാം, അല്ലെങ്കിൽ ഇത് പോയാൽ അടുത്ത എക്സാം സേ എക്സാം എഴുതാം. ഇങ്ങനെയുള്ള മൈൻഡ് വെച്ചുകൊണ്ട് എക്സാം എഴുതിയിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അങ്ങനെ എക്സാം എഴുതിയിട്ട് ഒരു കാര്യമില്ല ഇനിയുള്ള കാലങ്ങളിൽ കേട്ടോ. അപ്പോൾ ഇത് അവസാന ചാൻസ് ആണ്. ഒരൊറ്റ പിടുത്തം പിടിച്ചാൽ 30 ദിവസം കൊണ്ട് നിങ്ങൾ വേറെ എല്ലാ കാര്യവും മാറ്റി വെച്ച്, എനിക്കറിയാം കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുറേ കുട്ടികളുണ്ട് മക്കളെ. അതെല്ലാം കഷ്ടപ്പെടുന്നതിൻ്റെ കൂടെ തന്നെ ടൈം കണ്ടെത്തി കുറച്ചുകൂടെ നേരത്തെ 3 മണിക്കൂറാണെങ്കിൽ ഇപ്പം 5 മണിക്കൂർ പഠിക്കണം നിങ്ങൾ. അത്രയും പോലും പഠിക്കാത്ത പല ആൾക്കാരുണ്ട്. കാരണം മെട്രിക്സിലെ ജയിക്കാൻ വേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന കുറേ കുട്ടികളുണ്ട്. മക്കളെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള അവസരമാണ് ഞാൻ തന്നിട്ടുള്ളത്. ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല. ഓക്കെ, എൻ്റെയൊക്കെ ഏത് പോർഷൻ പഠിക്കണമെന്ന് ചോദിക്കുന്ന കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരോട് ഞാൻ ഇന്നേ വരെ മക്കളെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നെങ്കിൽ മാത്രമേ ഞാനിത് പറഞ്ഞു തരത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ മക്കളെ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്ന കുട്ടികൾക്ക് സാറ് ജയിക്കാനുള്ള ചാപ്റ്റർ പറഞ്ഞു തരുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് ചാപ്റ്റർ ഏതാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം അവർക്ക് ആവശ്യം പഠിക്കണമെന്നുള്ള ആഗ്രഹമുള്ള കുട്ടികളായിരിക്കും. അവരുടെയും ബാച്ച് ജോയിൻ ചെയ്യാൻ പറയാറില്ല. ഞാനിതൊരു പൈസ ഉണ്ടാക്കുക എന്നുള്ള കൺസെപ്റ്റ് മാത്രമല്ല എനിക്കുള്ളത്. മക്കളെ എല്ലാവരും ജയിപ്പിക്കണം. കേരളത്തിലുള്ള എല്ലാ കുട്ടികളും മാത്സ് ജയിക്കണം. മാത്സ് ടഫാണെന്ന് പറഞ്ഞ് ഇരിക്കരുതടാ മക്കളെ, മനസ്സിലായ? അതിന് വേണ്ടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബാച്ച് എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും ബേസിക് ലെവലിൽ ഏറ്റവും ലോ ലെവലിൽ നിന്നാണ് പഠിപ്പിച്ചു വരുന്നത്. കൂട്ടാനും കുറയ്ക്കാൻ അറിയാത്ത കുട്ടികളെ വരെ ആ രീതിയിൽ പറഞ്ഞ് പഠിപ്പിച്ചാണ് ഞാൻ ഇവിടെ വരെ എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതാണെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. സേ ബാച്ച് സ്പെഷ്യൽ ബാച്ചാണ്. നിങ്ങൾക്ക് വേണ്ടി കുട്ടികളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. അതിനകത്ത് ഏറ്റവും ബേസിക് ലെവലിലുള്ള കൺസെപ്റ്റ് തൊട്ടാണ് നിങ്ങളെ പഠിപ്പിച്ചു വരുന്നത്. അതിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും എക്സാം അടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടുന്നുണ്ട്. എൻ്റെ കുട്ടികളെല്ലാം ഭയങ്കര സപ്പോർട്ടാണ് എനിക്കതറിയാം. എനിക്ക് പനിയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാനൊരു മെസ്സേജ് ഇട്ടപ്പോൾ തന്നെ അവരുടെ മെസ്സേജുകൾ റിപ്ലൈ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം, ഭയങ്കര സപ്പോർട്ട്. സാറെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഇന്നത്തെ എൻ്റെ പ്രാർത്ഥനയിൽ സാറിനെ ഉൾപ്പെടുത്താം, പിന്നെന്താണ് സാർ എത്രയും പെട്ടെന്ന് സുഖപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞ് വോയിസ് മെസ്സേജും. ഞാൻ ഈ പനിയായിട്ട് കിടക്കുന്ന സമയത്ത് ഇതൊക്കെ ഇവരുടെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ ആ സമയത്ത് ഞാൻ ഒരുമിച്ച് എല്ലാവർക്കും കൂടെ മെസ്സേജ് അയക്കും. അപ്പോൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ട്. മാക്സിമം സപ്പോർട്ടാണ് എൻ്റെ കുട്ടികളെല്ലാവരും. അപ്പോൾ അത് കൂടാതെ ഞാൻ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ടാബിലിട്ടായിരുന്നു. അപ്പോഴും അതിലും കമൻറ്റ്സ് വന്നിരിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കരമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പനി പൂർണ്ണമായിട്ട് മാറാനായിട്ട് പോലും ഞാനിപ്പോൾ ഓടി ഇങ്ങോട്ട് വന്നത്. കാരണം കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ, ഞാൻ എവിടെ പോയി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്നൊരു കൺഫ്യൂഷൻ. അതൊന്നുമല്ല മക്കൾ, ഇവരുടെ കുറച്ച് തിരക്കുകളായതുകൊണ്ടാണ്. സോ ഇനി മുതൽ നമ്മൾ തയ്യാറെടുക്കുകയാണ് നല്ല കിടിലിനായിട്ട്. അതായത് പുതിയ രീതിയിൽ പുതിയ ഫീസൊക്കെ അവതരിപ്പിച്ചത് മക്കളെ. പുതിയ ബാച്ചൊന്നുമല്ല, പഴയ ബാച്ച് തന്നെയാണ്. അതിനകത്ത് ആദ്യം തൊട്ട് നിങ്ങൾക്ക് ക്ലാസ് കിട്ടും, ഫസ്റ്റ് ക്ലാസ് തൊട്ട് നിങ്ങൾക്ക് കിട്ടും. സോ ഇനി നിങ്ങൾ മടിക്കരുത്. ഇനി ഇതല്ലെങ്കിൽ തന്നെ
നിങ്ങൾ എവിടെയെങ്കിലും, ചിലവർ വീടിൻ്റെ അടുത്ത് ട്യൂഷൻ ക്ലാസ്സിൽ പോണവരുണ്ട്, യൂട്യൂബിലെ ക്ലാസ് കണ്ട് പഠിക്കുന്നവരുണ്ട്. എങ്ങനെയാണെങ്കിലും മക്കളെല്ലാം കിടിലിനായിട്ട് പഠിച്ച് ജയിക്കുക. അടുത്ത വർഷം പരീക്ഷ എഴുതാൻ വേണ്ടി ഒരൊറ്റ ഒരാളെ ഇനി ഈ പരിസരത്ത് കണ്ടുപോകരും കേട്ടോ. അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ മക്കളെ, എന്താ പറയുക, അടുത്ത സേ എക്സാം ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു സേ എക്സാം നമുക്ക് വരുമല്ലോ, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത് കേട്ടോ. അതിന് മുമ്പ് സേ എക്സാം കഴിഞ്ഞ വർഷത്തെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം ടഫായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഈ ഒരു എക്സാം കൊണ്ട് തന്നെ ജയിച്ചോളുക. നല്ല കിടില മാർക്ക് തന്നെ വാങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് മക്കളെ. ഒട്ടും സമയം കളയാതെ പഠിക്കുക. അവസാന സമയത്ത്, ഫെബ്രുവരിയുടെ അവസാന സമയത്ത് എന്നോട് സംശയങ്ങൾ ചോദിച്ചു വരുന്ന കുട്ടികളുണ്ട്. അവരോട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും ആ സമയത്ത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാണ്, ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ ഇനി തൊട്ടെങ്കിലും പഠിച്ചു തുടങ്ങുക. ജയിക്കാം, വളരെ 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 എളുപ്പം നിങ്ങൾക്ക് ജയിക്കാം. കഴിഞ്ഞ വർഷം 88,000 സംതിങ് കുട്ടികളാണ് +2 തോറ്റത്, കഴിഞ്ഞ വർഷം മാത്രം. ഈ വർഷം അത് 1,00,000 മോളിപ്പോവും, 1,30,000 അടുത്തേക്ക് എത്തുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അത്രയും രീതിയിലാണ് പിള്ളേർ തോറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ടഫാണ് എക്സാം ആകുന്നതെങ്കിൽ തോൽവികളുടെ റേറ്റും കൂടും. ഓക്കെ, അപ്പോൾ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുകയാണെന്ന് ചോദിച്ചാൽ പേടിപ്പിക്കാൻ വേണ്ടി പറയുവാണ്. ഇനി പേടിക്കണം, ഇനി പേടിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുക. ഞാൻ യൂട്യൂബിൽ ക്ലാസ് അപ്ലോഡ് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കളെ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഞാൻ. എക്സാം അടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്നേ ഉള്ളൂ കേട്ടോ. കാരണം നല്ല തിരക്കിലാണ്. ഇനിയിപ്പോൾ ബാച്ച് കുറച്ചുകൂടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ചുണ്ട്, സേ ബാച്ചുണ്ട്, +2 റെഗുലർ ബാച്ചുണ്ട്. അങ്ങനെ കുറേ ക്ലാസ്സുകൾ എനിക്ക് ഫോക്കസ് ചെയ്യണം. അപ്പോൾ പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് ഇടും, യൂട്യൂബിൽ ഇടും. ഞാൻ ഇടുന്നില്ല എന്ന് പറയുന്നില്ല. ബാച്ചിൽ ജോയിൻ ചെയ്താൽ മാത്രമേ പഠിക്കാൻ പറ്റൂ എന്ന് ഞാൻ പറയുന്നില്ല. യൂട്യൂബിൽ ക്ലാസ് ഇടും. കഴിഞ്ഞ വർഷത്തെ എൻ്റെ ക്ലാസ് കണ്ടാൽ മാത്രം നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ തിരക്കുകൾ കാരണമാണ് ഞാൻ കുറച്ചാൾ മാറി നിന്നതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ വന്നതാണ് മക്കളെ. അത് മാത്രമല്ല, നിങ്ങളെ ഒന്ന് പേടിപ്പിക്കാൻ കൂടെ വന്നതാണ്. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നീയൊക്കെ ജയിച്ചിരിക്കും കേട്ടോ. അപ്പം ഇനി തോറ്റു അല്ലെങ്കിൽ സങ്കടപ്പെട്ട് ഈ പരിസരത്ത് വരരുതെന്ന് ഞാൻ വീണ്ടും പറയുവാണ് മക്കളെ. ജയിച്ചേ പറ്റൂ. അപ്പോൾ ഇന്ന് തൊട്ട്, നാളെയല്ല ഇന്ന് തൊട്ടിരുന്ന് പുതിയ നോട്ട്ബുക്ക് എടുത്ത് നമ്മുടെ പഴയ പോർഷൻസ് എടുത്ത് പഠിച്ച് ഇന്ന് തൊട്ട് സെറ്റാക്കി മാറ്റി വെച്ച് പഠിച്ച് സെറ്റാക്കിയില്ലെങ്കിൽ വീണ്ടും നമ്മൾ കാണേണ്ടി വരും. വീണ്ടും നിങ്ങൾ എക്സാം ഹോൾ കാണേണ്ടി വരും. വീണ്ടും പഴയ സ്കൂൾ കാണേണ്ടി വരും. അപ്പോൾ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കാൻ നിങ്ങളുടെ അച്ഛനും അമ്മയും കാണേണ്ടി വരും. ഇതൊന്നും കാണേണ്ടി വരണ്ടെങ്കിൽ, നന്നായിട്ട് പഠിക്കണമെങ്കിൽ, മക്കളെ തോറ്റു, ഒരു പ്രാവശ്യം തോറ്റു, അല്ലെ 2 തവണ തോറ്റു, 3 തവണ തോറ്റു എന്ന് കരുതി ഒരാളും ലൈഫിൽ തോക്കത്തില്ല മക്കളെ. നിനക്കൊക്കെ ഇനി ജീവിതം കിടക്കുന്നേ ഉള്ളൂ. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയുള്ള 30 ദിവസം നന്നായിട്ട് പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഏറ്റവും ടോപ്പ് ലെവലിൽ എത്താൻ പറ്റുന്ന ഓരോരുത്തരാണ് നിങ്ങൾ ഓരോരുത്തരും. സോ ഇതിൻ്റെ അപ്പുറം എത്തട്ടെ എന്ന് എല്ലാവരോടും ഞാൻ പറയുവാണ് മക്കളെ. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇനിയുള്ള 30 ദിവസം ഒരൊറ്റ ടൈം പോലും വേസ്റ്റ് ചെയ്യാതെ രാവിലെയും വൈകുന്നേരം ഇരുന്ന് പഠിച്ച് എഴുതി പഠിച്ച് നല്ലൊരു വിജയം കൈവരിക്കാൻ ശ്രമിക്കുക. മാത്സിൻ്റെ കാര്യം മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും, തോറ്റുപോയ എല്ലാ സബ്ജക്റ്റും ഇനി നിങ്ങളുടെ മുന്നിൽ പഠിക്കാനായിട്ട് 30 ദിവസമേ ഉള്ളൂ. സോ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് നേടുക. അപ്പം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും, എനിക്ക് ഉറപ്പുണ്ട്. സോ ഇത്തവണത്തെ തോൽവികളുടെ റേറ്റ് കുറയ്ക്കണം മക്കളെ. കേരളത്തിലുള്ള എല്ലാ തോറ്റ കുട്ടികളും ഇവിടെ വന്ന് എൻ്റെ ക്ലാസ് കണ്ട് പഠിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് പഠിക്കുക, ജയിക്കുക. ഒരാൾ പോലും കേരളത്തിൽ ഇനി തോക്കരുത് മക്കളെ, ഒരാൾ പോലും മാത്സ് തോക്കരുത്. അതിൻ്റെ ഒരു ആഗ്രഹമാണ്. അത് അടുത്ത വർഷം, എല്ലാ വർഷവും ഒരു 3-4 വർഷം കൊണ്ട് എനിക്കത് എൻ്റെ ലക്ഷ്യം നിറവേറ്റണം. കേരളത്തിൽ മാത്സ് തോൽവി കുറയ്ക്കണം. എന്തായാലും ഞാൻ ചെയ്തിരിക്കും. സോ എല്ലാവരും നേരെ പഠിക്കുക, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കളെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാത്തിനും എല്ലാ സപ്പോർട്ടിനും ഞാനുണ്ട് കേട്ടോ. ഓൾവേസ് വിത്ത് യു. അപ്പോൾ ഓക്കെ മക്കളെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.